Where is your ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു എസ്ബി റെസിപ്പീസ്. ഇന്ന് വന്നിട്ടുള്ളത് അരിപ്പൊടിയും തേങ്ങയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കോക്കനട്ട് റൈസ് കേക്ക് എന്നൊക്കെ പറയാം. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ. അപ്പം വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയാണ്. സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അധികം കട്ടകളൊന്നും കൂടാതെ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതവിടെ അരിപ്പൊടിയും തൈരൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. തൈരെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യം നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ അരിപ്പൊടിക്കും അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലൊക്കെ മാറ്റം വന്നേക്കാം. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/2 കപ്പിലും താഴെ ആയിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/2 കപ്പിലും കുറച്ച് താഴെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്, കട്ടകളൊന്നും കൂടാതെ. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/3 കപ്പ് പഞ്ചസാരയാണ്, അതായത് 1/2 കപ്പിലും താഴെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിയുമ്പോൾ മാവ് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് ഈ മാവിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരണം. ഇനിയിപ്പം പഞ്ചസാരക്ക് പകരം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. ഇനി ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 കപ്പ് തേങ്ങയും കൂടെയാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ ഈ ചിരവിയ തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ തേങ്ങയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ മാവ് കിട്ടേണ്ടത്. നമ്മളെടുക്കണ ഓരോ പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അപ്പോൾ മാവ് ഈ ഒരു രീതിക്ക് ആവുന്നത് വരെ ഒന്ന് കലക്കിയെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 4 ഇതുപോലത്തെ ചെറിയ പാത്രങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നിലും കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് കലക്കിയ ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതാ ഓരോ പാത്രത്തിലേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. കാരണം നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ 1/4 ഭാഗം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ഒരു 4 പാത്രങ്ങളും ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിൻ്റെ മേലെ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ബദാമും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ബദാം അല്ലെങ്കിൽ കുറച്ച് തേങ്ങ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ലിഡിൻ്റെ മുകളിൽ ഇതുപോലെ ഹോൾസ് വല്ലതും ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അതിവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്.
അതുപോലെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ട് അത് ക്ലീൻ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിതിവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് അതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലും കൂടി മാവ് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. പേപ്പർ ഗ്ലാസ്സിലൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ അവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെടിയിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കയ്യിലേക്കൊന്ന് തട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വന്നോളും. അപ്പോൾ അതാ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടി പിടിച്ചിട്ടോ ഒന്നും ആയിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വെടിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെടിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വേഗം വെട്ട് വന്നോളും. അപ്പോൾ ഇതാ കത്തി അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് വെടിയിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ എണ്ണയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ അതാ നമ്മുടെ അരിപ്പൊടിയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള പലഹാരം അല്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഞാനിപ്പോൾ അതാ ഒന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.